ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ അറസ്റ്റിലായ MS സൊല്യൂഷൻസ് CEO മുഹമ്മദ് ഷുഹൈബിനെ കോടതി റിമാൻഡ് ചെയ്തു. ചോദ്യം ചോർന്നതായി ഷുഹൈബ് സമ്മതിച്ചതായും മറ്റു സ്ഥാപനങ്ങൾക്ക് പങ്കുണ്ടോ എന്നത് പരിശോധിക്കുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ചാ കേസിലെ മുഖ്യപ്രതി മുഹമ്മദ് ഷുഹൈബ് ചോദ്യം ചോർന്നെന്ന് സമ്മതിക്കുമ്പോഴും തനിക്ക് പങ്കില്ലെന്ന് ആവർത്തിക്കുകയാണ്. ഉത്തരവാദികൾ മറ്റു പ്രതികളെന്നാണ് ഷുഹൈബിന്റെ മൊഴി. ചോർത്തയായിട്ടുള്ള കാര്യം സമ്മതിക്കുന്നുണ്ട്, തീർച്ചയായും സമ്മതിക്കുന്നുണ്ട്. ചോർത്തപ്പെട്ട ക്വസ്റ്റ്യൻ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെ അയാൾ പറയുന്നത്. അയാൾ പറഞ്ഞിരിക്കുന്ന അയാൾ മറ്റുള്ള പ്രതികളുടെ പേരിലാണ് ആരോപിക്കുന്നത്. ഈ അന്വേഷണം ഒന്നാം ഘട്ടം ഈ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ തന്നെ വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്ക് ചോർത്തപ്പെട്ടിട്ടുണ്ടോ, ചോർത്തി നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളോട് പരിശോധിക്കുന്നതാണ്. എന്തെങ്കിലും നേട്ടം ഉണ്ടാവാതെ ക്വസ്റ്റ്യൻ ചോർത്തി കൊടുക്കേണ്ട കാര്യം ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. അതിനെപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഷുഹൈബിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച അന്വേഷണ സംഘം അപേക്ഷ നൽകും. കേസിൽ 4ാം പ്രതിയായ സ്കൂൾ ജീവനക്കാരൻ അബ്ദുൽ നാസറിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും ഗൂഢാലോചനയിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണ്. കേസിലെ 2-3 പ്രതികളും MS സൊല്യൂഷൻസിലെ അധ്യാപകരുമായ ഫഹദ്, ജിഷ്ണു എന്നിവർക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. സമീർ സി മുഹമ്മദ്, 24 കോഴിക്കോട്. സംസ്ഥാനത്ത് ഇന്നും കാട്ടുപന്നിയുടെ ആക്രമണം. കണ്ണൂരിൽ കാട്ടുപന്നി ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. കുറ്റൂർ വെള്ളരിയാനം സ്വദേശി ജയചന്ദ്രനാണ് പരിക്കേറ്റത്. കാലിന് പരിക്കേറ്റ ജയചന്ദ്രനെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. റബ്ബർ ടാപ്പിങ്ങിനിടെയായിരുന്നു സംഭവം. വയനാട് മേപ്പാടിയിൽ കടയിലേക്ക് പാഞ്ഞെടുത്ത കാട്ടുപന്നിയെ കണ്ടു ഭയന്നു വീണ യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റു. കുന്നമ്പട്ട മിൽക്ക് സൊസൈറ്റി ജീവനക്കാരി റസിയ PC ക്കാണ് പരിക്കേറ്റത്.